ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനുണ്ടല്ലോ, ഞാൻ എൻ്റെ പഞ്ചായത്തിലാട്ടോ, എൻ്റെ ഗ്രാമത്തിലാണുള്ളത്. എന്താണെന്നല്ലേ, എൻ്റെ ഗ്രാമത്തിന് ഒത്തിരി പ്രത്യേകതകളും ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒരുപാട് പ്രതിഭകളൊക്കെ ഉള്ള ഒരു ഗ്രാമമാണ് എൻ്റെ ഗ്രാമമേ. അപ്പം ഇന്നലെ ഒരു ദുഃഖവാർത്ത കേട്ടു. ഇന്നലെ വൈകുന്നേരം ഒരു നാടിൻ്റെ അമ്മ, ഒരു ദേശത്തിൻ്റെ അമ്മ, അല്ലെങ്കിൽ കേരളക്കരയുടെ സ്വന്തം അമ്മ മരിച്ചു എന്ന വേർപാടിൻ്റെ ദുഃഖവാർത്ത മലയാള സമൂഹവും മലയാള സിനിമയും മലയാളികളുള്ള എല്ലാവരും, അതുപോലെ ഞങ്ങൾ കവിയൂർക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാർത്തയായിരുന്നു. എന്നിരുന്നാലും കവിയൂരിൻ്റെ പേര് എപ്പോഴും ഉയർന്നു കേട്ടതും മറ്റുള്ളവരിലേക്ക് കവിരയൻ എന്ന വാക്ക് എത്തിയതും ഈ കവിയൂർ പൊന്നമ്മ എന്ന പൊന്നമ്മ ചേച്ചിയുടെ പേരിലൂടെയാണ് കവിയൂർ പ്രസിദ്ധി ആർജിച്ചത്. പല നാടും പല പേരിൽ ആണ് അറിയപ്പെടുന്നെങ്കിലും ഞങ്ങൾ കവിയൂര് പൊന്നമ്മ ചേച്ചിയുടെ പേരിലാണ് കവിയൂർ അറിയപ്പെട്ട്. മറ്റുള്ളവർ നീ ഏത് നാട്ടുകാരാണ്, എവിടെയാണ് നാട് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് പത്തനംതിട്ടയെന്ന് പറഞ്ഞാൽ അല്ല തിരുവല്ല എന്ന് പറഞ്ഞാൽ അറിയും. എന്നിരുന്നാലും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പറയും ഞങ്ങൾ കവിയൂർക്കാരാണ്, കവിയൂർ പൊന്നമ്മയുടെ നാട്ടുകാരനാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നാട് പെട്ടെന്ന് അറിയപ്പെടുന്നത് ഒരു വ്യക്തി കൂടിയാണ്. അതാണ് പൊന്നമ്മ ചേച്ചി അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മയുടെ ഒരു പ്രശസ്തി. ഇതാണ് കവിയൂർ പൊന്നമ്മയുടെ ജന്മനാട്. ഇത് കവിയൂരമ്പലം ആർച്ച് കടന്നാണ് പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് കേട്ടോ. ഇത് കവിയൂർ വലിയമ്പലമാണ് കാണുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ നടയുടെ അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. പൊന്നമ്മ ചേച്ചി, അതായത് കവിയൂർക്കാർ പലരും പൊന്നമ്മ ചേച്ചി എന്നാണ് വിളിക്കാറുള്ളത്. ഇവിടെ നമ്മൾ തിരക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കവിയൂരമ്പലവും കവിയൂരമ്പലത്തിൻ്റെ ആലും പരിസരവും പൊന്നമ്മ ചേച്ചി വളർന്ന സ്ഥലവും നാടും നാട്ടുകാരും അവർക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് കണ്ടിട്ടുണ്ടോ? അല്ല, എന്നാലും ഇടയ്ക്ക് വരുമ്പോഴോ അല്ല ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് ഞങ്ങളെ ഈ പ്രായത്തിൽ ഇവിടെ കണ്ടിട്ടില്ല. ശരി. അല്ല, നമ്മുടെ കവിയൂര് പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ട്. ഇവിടുന്ന് പോയി കഴിഞ്ഞ് പിന്നെ അതും ഇല്ലെങ്കിൽ പാട്ട് പാടിപ്പിക്കുന്ന രേവമ്മയുടെ കൂടെ ഇവരെ രേവമ്മയൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു ഫാദർ. ഫാദറും മെമ്പറായിരുന്നു അവരുടെ അച്ഛനും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ ഒരു ബന്ധത്തിലാണ് രേവമ്മയൊക്കെ വലിയ ആൾക്കാരാണ്. നമ്മളെ കൂടുതൽ ആൾക്കാർ കഴിയുന്ന രേവമ്മ ഭയങ്കര മിടുക്കിയാണ്. ഡോക്ടറേറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് സംഗീതത്തിൽ കിട്ടുന്നതാണ്. കേരളത്തിൽ ആർക്കും അത് കഴിഞ്ഞിട്ട് ഏറ്റുദാസിനോട് കിട്ടും. അതും കഴിഞ്ഞിട്ടാണ് ഭാഗം നമ്മൾ കിട്ടുന്നത്. അപ്പം ആദ്യം ഒരു സംഗീതത്തിലെ ഡോക്ടറേറ്റ് ഉള്ളത് ജയമ്മ ഇതൊക്കെ കവിയൂരിൻ്റെ പേര് വെച്ചെടുക്കണം. അല്ലെങ്കിൽ ഇവർ നേരത്തെ പൊന്നമ്മ ഒരാൾ പറഞ്ഞിട്ട് തൃക്കുറിശ്ശിയും പറഞ്ഞായിരുന്നു കവിയൂർ വെച്ച് നോക്കാൻ അതിൻ്റെ പേരായിരിക്കും. തൃക്കുറിശ്ശി എന്താ പറഞ്ഞാലും കറക്റ്റായിട്ട് വരാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ പേര്. പിന്നെ നമ്മുടെ പത്തനംതിട്ട നമ്മളിപ്പോൾ പുറത്ത് പോയാലും പത്തനംതിട്ട എന്ന് പറയാനേക്കാൾ ഇവര് പൊന്നമ്മയുടെ നാട്ടുകാരനെന്ന് പറയാനാണ് നമ്മളെ കൂടുതലും. അത് ഒരു വ്യക്തിയുടെ പേരിലാണ് നാടറിഞ്ഞത്. ഇത് കവിയൂർ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് വന്ന് ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ടേ പേര് നമ്മുടെ ആ വീടിലോട്ട് പോകുന്ന കേട്ടോ. കവിയൂർ അമ്മ കുടുംബം അല്ലേ ഇത്? ഇവിടെ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? അല്ല, അമ്മ കവിയൂർ പൊന്നമ്മ കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടുണ്ടോ? ആണല്ലേ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഏതെ? ഇതാ ക്ഷേത്രം അല്ലേ?
ഇതാണ് അപ്പച്ചിയാണത്. നിങ്ങൾ നിങ്ങൾ കുടുംബക്കാരാണ്? വെല്ലിച്ച് ചേട്ടൻ്റെ മോളാണ് കവിവൻ അമ്മ. അത് ശരി. അപ്പോൾ അടക്കം അവിടെ തന്നെയാണ്. നമുക്ക് വീട്ടിൽ കാണിക്കാമോ? ബാ. മലയാള സിനിമയുടെ അമ്മ കഥാപാത്രത്തിന് ജന്മം നൽകിയ കുടുംബവും കുടുംബക്ഷേത്രവും നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ അമ്മയുടെ എങ്ങനെ ബന്ധം വരുന്ന വീട്? അമ്മയുടെ ജന്മവീട് ഇതാണോ അതോ കുടുംബ വീടാ? അച്ഛൻ്റെ വീടാ. പൊന്നമ്മച്ചിയുടെ അച്ഛൻ്റെ വീടാ ഇത്? ആ ശരി. തെക്കേതിൽ ഈ കാണുന്ന അമ്പലം വായിക്കുന്നല്ലേ? ശരി. പിന്നെ അത് അമ്പലത്തിനായിട്ട് തന്നെ ചിത്രകൂടങ്ങളും ബിരിയാണിയൊക്കെ വീടാൻ വെക്കാതെ അവിടെ അമ്പലമായിട്ട് കുടുംബ അമ്പലമൊക്കെ കൊടുക്കാനായിരുന്നു. ശരി. മേലെ വെച്ച് വന്ന് കാണാൻ ഈ ഭാഗ്യം ഉണ്ടായി. അടുത്തിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു? അതോ വന്നിട്ടുണ്ടായിരുന്നു. വാർഷികത്തിന് അന്ന് കണ്ട് പോകാൻ ഒരു സന്തോഷം ഉണ്ടായി. ഒരു ഭാഗ്യം പൊന്നിച്ചേക്ക് ഉണ്ടായി. നമ്മുടെ കുടുംബക്ഷേത്രം കാണാനും എടുക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി. ശരി. അവിടെ തന്നെ അടക്കം അല്ലേ? അവിടെ തന്നെ. പലരും പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലോട്ട് പേര് കൊണ്ടുവരുമോ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഓരോരുത്തർ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വിളിച്ചു, വെളിയിൽ നിന്ന് ഓരോരുത്തർ വിളിച്ച് ചോദിച്ചായിരുന്നേ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ അറമ്പാണ്, പോയി ഒന്ന് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അതല്ലാതെ നമ്മുടെ നാട് അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണല്ലോ. കവി അമ്മയുടെ പേര് വെച്ചാണ് അറിയപ്പെടുന്നത്. സന്തോഷം. ഇപ്പം തന്നെ കവിയൂർ പൊന്നമ്മയെന്ന് പറയുമ്പോൾ തന്നെ ചേച്ചി തന്നെ നല്ലൊരു നിലയിലെ ഭഗവാൻ ഒരു സ്ഥാനം കൊടുത്തത്. ഇതൊരു അതിൻ്റെ ഒരു വില കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ചാനലുകാരാണ് ആരായാലും വരുന്നത് അങ്ങനെ തന്നെ. അതല്ലേ ഇപ്പം ഇങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ മുറ്റത്ത് ചാറ്റുകാർ വന്നു, മനോരമ വന്നു, എല്ലാവരും വന്നു. നല്ല ഈ ഫോട്ടോയൊക്കെ ഇത് അധികമായിട്ടില്ല തോന്നില്ലേ? 13 ഒന്ന് വന്നപ്പോൾ എടുത്ത ഇതേ ആങ്ങളെ അടുത്തിരിക്കുന്നത്. വെളിയിൽ നിൽക്കുന്ന ആൻറ്റി അല്ലേ? എനിക്കറിയാം. ഇത് നമ്മുടെ കൂട്ടുകാർ അറിയാവുന്ന, നമുക്കറിയാവുന്ന. ഉണ്ണിയുടെ മോനാ? ശരി. സന്തോഷമായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുത്ത് കാണാനൊത്തില്ല. അല്ല, ഞങ്ങൾ ഇത്രയും ഈ പ്രായത്തിൽ ഇവിടെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അമ്മയെ. അതാണ് ഭവിച്ച്. ഇവിടെ ആ വീട് ഇവിടെ അടുത്ത വീടാണെന്ന് അറിയാം. ഞാനിവിടെ പഴമ്പള്ളിലാണ് വീട് താമസിക്കുന്നത്. അതെ, കൂട്ടുകാരനാണ്. അപ്പം അതെ, ജീവ പറഞ്ഞേട്ടാ ഇങ്ങോട്ട് വാ, നമ്മുടെ നാടല്ലേ, നമ്മുടെ അമ്മയല്ലേ, ലോകം എല്ലായിടത്തും മലയാളി ഉള്ളിടത്ത് എല്ലായിടത്തും അമ്മയെ അറിയാം. അപ്പോൾ ആ പേര് വെച്ചാണ് കവിരിനെ അറിയുന്നത്, കൂടുതൽ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ എവിടെ പോയാലും നീ നാട്ടുകാരനെ ചോദിച്ച ഉടനെ പത്തനംതിട്ട എന്ന് പറഞ്ഞാലും പത്തനംതിട്ട ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റും. ഞങ്ങൾ കവിര പൊന്നമ്മയുടെ നാട്ടുകാരാണെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ആണെന്നേ ഞങ്ങൾ പറയുന്നത് അങ്ങനെ, കവി പൊന്നമ്മയുടെ നാട്ടുകാരനാണ് പെട്ടെന്ന് അറിയപ്പെടുന്നത്. അല്ല, തിരുവല്ല പേരുണ്ട് എങ്കിലും പെട്ടെന്ന് അറിയപ്പെടുന്നത് കവിരെന്ന് പറയുമ്പോഴാണ്. പല രീതിയിൽ നാടുകൾ പ്രസിദ്ധി ഉണ്ടാവും, പക്ഷേങ്കിൽ ഇത് ഒരു വ്യക്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മുടെ ഇവിടെ ആരും പോയിട്ടുണ്ടോ? ഇവിടെ ആരും പോയിട്ടുണ്ടോ? ഇന്നലെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നു, അമ്പലത്തിന് നടയല്ലേ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നി അതിന് പോകാനായിട്ട് ഒരുങ്ങിയ വണ്ടി ആയിരുന്നോ എന്ന് തോന്നുന്നു. അത് ശരി. അതമ്മ ചേട്ടാനി മക്കളെ മൂത്തതാ. അപ്പം മരിച്ചു പോയി പറഞ്ഞപ്പോൾ സങ്കടത്തിൽ വാർത്ത വായിക്കുക നോക്കുകയൊക്കെ. അതെ അതെ. എന്നാൽ അവൾ ഇട്ടേച്ച് പോയി എൻ്റെ ഉള്ളിൽ നടക്കുന്ന പേപ്പർ വായിക്കാൻ ഒത്തിരി സങ്കടപ്പെടുകയൊക്കെ ചെയ്തു. സങ്കടപ്പെട്ടപ്പം കാര്യമില്ല. വിളിക്കുമ്പം പോയേ വെക്കും. ഇവിടെ എല്ലാവരും പലരും ചേച്ചി ചേച്ചി എന്നാ വിളിക്കാറല്ലേ? പൊന്മ ചേച്ചി അഭിനയിച്ചി. അതെ അതെ അതെ. അതെ അതെ. തെക്കേതി ഇതെല്ലാം കുടുംബങ്ങളല്ലേ?
നിങ്ങളെ ചേട്ടനെയും മക്കളുടെ വീടുകളാണ്? ആ കാണുന്നത് ഈ കാണുന്ന വീടുകളെല്ലാം അങ്ങനെ കുടുംബക്കാർ തന്നെയാണ്, ഫാമിലികളല്ലേ? ഇത് കുടുംബാമ്പലമാട്ടോ. ഈ കാണുന്നതാണ് കവിയൂർ പൊന്നമ്മയുടെ കുടുംബം. തെക്കേതിൽ എന്നാണ് ഈ കുടുംബത്തിൻ്റെ പേര്. ഇത് അച്ഛൻ്റെ വീടാണ്, കവിയൂർ പൊന്നമ്മയുടെ അച്ഛൻ്റെ വീട്. അതായത് കവിയൂർ പൊന്നമ്മയുടെ കുടുംബം, തറവാട്. ഇതിൻ്റെ തൊട്ട് അടുത്ത കാണുന്നതാണ് ഇവരുടെ തറവാട് അമ്പലം. അമ്പലത്തിൻ്റെ നടയാണ് കാണുന്നത്. ഈ പൊന്നമ്മയെ കണ്ട് സിനിമയിലൂടെ പരിചയമുള്ള പരിചയമുള്ളൊരമ്മ. അപ്പോൾ ആ അമ്മയുടെ കൂടെ ഈ ഒരു നാമം വന്നപ്പം കവിയൂർ അങ്ങനെ ഒരു പ്രശസ്തി, അങ്ങനെ ഒരു നാടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. പക്ഷെ അതിനും വലിയൊരു എന്ന് പറയുന്ന ആ കുടുംബത്തിലെ ഒരു അംഗമാകാൻ സാധിച്ചതിലും വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ ആ ഈ ഒരു നാമം കവിയൂർ എന്ന ഈ ഒരു കവിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കവിയൂർ ഗ്രാമത്തെ വാനോളം ഈ ലോകമെമ്പാടും കേൾപ്പിച്ച അമ്മയുടെ ഈ ഒരു പേരിലൂടെയാണ്, കവിയൂർ പൊന്നമ്മ എന്നുള്ള ഒരു പേരിലൂടെ തന്നെയാണ്. അത് കവിയൂരിലെ ജനതയ്ക്ക് ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. കവിയൂരിനെ സംബന്ധിച്ച് ധാരാളം കലാകാരന്മാരെ സൃഷ്ടിച്ച ഒരു നാടാണ്. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെ ആണ് കവിയൂർ പൊന്നമ്മ സിനിമാ ലോകത്തേക്ക് സാന്നിധ്യം അറിയിച്ചത് കേട്ടോ. അപ്പം ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ സിനിമാ ലോകത്തെ എല്ലാവരുടെയും അമ്മയായും കേരള സമൂഹത്തിൻ്റെ അമ്മയായും എല്ലാവരുടെ മനസ്സിൽ ഇടം നേടിയ ഞങ്ങളുടെ കവിയൂരിൻ്റെ നമ്മുടെ എല്ലാമെല്ലാമായ കവിയൂർ പൊന്നമ്മച്ചിക്ക്, അതായത് കവിക്കാരുടെ പൊന്നമ്മ ചേച്ചിക്ക്, കവിയൂരിൻ്റെ പേര് വാനോളം ഉയർത്തിയ കവിയൂർ പൊന്നമ്മച്ചിക്ക് കണ്ണീർ കുതിർന്ന യാത്രാമൊഴി. 14 വാർഡുകൾ ചേർന്ന ഈ ഗ്രാമം മലയാളിയുള്ള എല്ലാ ലോകത്തും കവിയൂരെന്ന പേര് എത്തിച്ച കവിയൂർ പൊന്നമ്മ ചേച്ചിക്ക് കവിയൂരിൻ്റെ പ്രണാമം.